നമസ്കാരം സുഹൃത്തുക്കളെ. പത്തനംതിട്ടയിലെ അതീവ നിർമ്മലമായ പ്രകൃതി സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന അടവിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ധരിച്ച് ഞങ്ങളിപ്പം ഒരു റൈഡിന് പോവാണ്, ബോട്ട് റൈഡിങ്ങിന്. വെള്ളം തീരെ കുറവാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടോ. അവിടെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം കൊട്ടവഞ്ചിയിൽ കയറാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല കേട്ടോ. ഞങ്ങളുടെ വഞ്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ പോകുന്നത്. വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഓക്കെ, വിഷ്ണു വേണ്ട തയ്യാറെടുപ്പോടെ അവിടോട്ട് ചെല്ലുകയാണ്. ഞാനും പുറകെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ 2-3 ചെരുപ്പൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മുമ്പേ പോയ ആൾക്കാരുടെ ആയിരിക്കും. ഞങ്ങളിവിടെ ചെരുപ്പ് ഊരിടണമെന്ന് തോന്നുന്നു. ഓക്കെ, ഷൂ ഒക്കെ ഊരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ചാടിക്കയറാനുള്ള വഴിയാണ്. ചാടിക്കയറാൻ പറ്റത്തില്ല. നമ്മള് വള്ളത്തെ കയറുന്ന പോലെയാണ് ഇതേലെ കയറുന്നത്. ആ ചേട്ടൻ പിടിച്ചില്ലെങ്കിൽ നമ്മൾ താഴെ പോകും, ഉറപ്പായിട്ടും താഴെ പോകും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്ഥാനം പിടിച്ചിരുന്നു. ആ ചേട്ടൻ കയറി. ചേട്ടനെ കയറി ഇരിക്കാനുള്ള സ്പെഷ്യൽ ഒരു സീറ്റ് ഉണ്ടോ കണ്ടോ. ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് ഇരുന്നാണോ തുഴയുന്നത്. നാടുകൂടെ തന്നെയാണോ? അങ്ങനെ കൊട്ടവഞ്ചി നീങ്ങി തുടങ്ങി. അവിടെ നിന്ന് കരയുന്ന ഞങ്ങളിപ്പം കുറച്ച് അകലെയായിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കാണാൻ വന്നതായിരിക്കും. അവരിയ്ക്കുന്നിടത്തുനിന്ന് അവിടെ ഇങ്ങനെ ഒരു ചെറിയ ബണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കാം. ഇവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ. നല്ല സുന്ദരമായ കാഴ്ച കേട്ടോ. 4 സൈഡിലും അടിപൊളി രസമുണ്ട് കാണാൻ. വെള്ളത്തിലേക്ക് മറിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. എനിക്ക് മഴക്കാല സമയത്ത് ഇതിലും കാണാൻ നല്ല രസമായിരിക്കും. നല്ല നിശബ്ദമായ അന്തരീക്ഷം കേട്ടോ. പതിയെയാണ് വെള്ളം പോകുന്നത്. കൊട്ടവഞ്ചി. വിഷ്ണു ഒരു സൈഡിൽ അവൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അരിയിലൊക്കെ ചെറിയ ചെറിയ മുളങ്കാടുകൾ കാണാം കേട്ടോ. ചെറിയ ചില്ലകളുള്ള മരങ്ങളും കാണാം. പക്ഷെ ഇലകളൊക്കെ കുറവാണ്. ഇലകളും പൂക്കളും ഒക്കെ കുറവാണ്. വേനലായതുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് കുറച്ച് ആഴമുള്ള ഭാഗത്തൂടാണ് കേട്ടോ. എന്നാലും നമുക്ക് അടി തെറ്റാതെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കല്ലാറ് ചെന്ന് ചേരുന്നത് പമ്പയാറ്റിലാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. വെള്ളം കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ ബണ്ടിട്ട് തടയാനായിട്ട്? കണ്ടോ, ഒരു കൊക്ക് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. മീൻ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണ്ടപ്പോ അത് പറഞ്ഞു. ഇതിന് മേളിലോട്ട് വെക്കാൻ വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടോ? തന്നിട്ടുണ്ടോ? ചെറിയൊരു അരുവാണോ അതിന്റെ മേലിൽ? അതെ, വെള്ളമില്ല. അത് ശരി. അതെ, വെള്ളമുള്ളൂ.
എന്ത് രസമുണ്ട് ഇവിടെ കാണാനില്ലേ, മരങ്ങളെല്ലാം താപ്പോട്ട് ഇറങ്ങി നിൽക്കുന്നതായിട്ടുണ്ട്. ഇവിടെ എന്നാലും അധികം ചൂടറിയാനില്ല. നിൽക്കുന്നുണ്ടല്ലേ. അതെ. വലിയ ദൂരമൊന്നുമുള്ള സ്ഥലമല്ല. കാടിന്റെ നിശബ്ദതയിൽ നമുക്ക് ചെറിയ കിളികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, കൊട്ടവഞ്ചിയിലേക്ക് അകത്തിട്ടേക്കുന്നതാണ്ടോ, ഒരു പ്ലാസ്റ്റിക് ആണ് ഇട്ടേക്കുന്നതാണ്ടോ. ഫ്ലെക്സിന്റെ ഷീറ്റാണോ കേട്ടോ, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. കണ്ടോ, ഇതിൽ പതുക്കെ പോകുമ്പോൾ നമുക്ക് ഈ ആകാശവും മരങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. കണ്ടോ, ഇതിനിടയിൽ ചെറിയ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജീവികളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക്, അവർ നിശബ്ദമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടുത്തെ കടൽമീന മലയൊക്കെ കൂടുതൽ വിദ്യാരും ആർക്കും കൊടുക്കത്തില്ല, കൊണ്ടുപോകുള്ളൂ. ഞാൻ അറിഞ്ഞപ്പോ അപ്പൊ ഈ മഴ സമയത്ത് കട്ടിയെല്ലാം വെള്ളം കയറിയുള്ളൂ. ആ സമയത്ത് ഈ പരിപാടി പറ്റും. ബാക്കിയുള്ള അല്ലാട്ട് ഈ ഒഴുക്കിന്റെ വർഷം നമുക്ക് ഇത്ര ദൂരം ഇങ്ങോട്ട് കഴിഞ്ഞ് വരാനൊക്കെ ഒഴുക്കാണ്. ഉള്ളതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല അല്ലേ. നമുക്ക് മുമ്പേ പോയ ആൾക്കാരാണ് കേട്ടോ. അവിടെ ചെരുപ്പ് കുഴപ്പമില്ലായിരുന്നു, അവരാന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് പോകുന്നു, തിരിച്ചു പോവാം. നല്ല തിരക്കായി. പറഞ്ഞാൽ വലിയ വരുമാനമൊന്നും ഇല്ല. ആനുകൂല്യങ്ങളും ഇല്ല. ട്രെയിനിങ് ഉണ്ടോ ഇതിന്? നിങ്ങളപ്പോ മൊത്തം എത്ര സ്റ്റാഫാണ്? തൊഴിലാനായിട്ട് 25 വണ്ടി ഉണ്ടാവും. വണ്ടിയല്ലോ വണ്ടി ഗവൺമെന്റ് പോകാൻ സ്ഥാനമില്ല. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടോ ഇവിടെ? നമുക്ക് ഇതൊരു മണിക്കൂർ, അരമണിക്കൂർ സമയമാവും. അരമണിക്കൂർ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെറുതെ അത് ശരി. വെള്ളം കുറഞ്ഞ നിൽക്കുകയല്ലേ. ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറാണ് നമുക്ക് ടൈം തന്നേക്കുന്നത്. അപ്പോൾ അത് ആളില്ലാത്തതുകൊണ്ട് നമ്മളെ കുറച്ചുകൂടെ ദൂരം കൊണ്ടുപോകുന്നേ ഉള്ളൂ കേട്ടോ. ഈ ആനയുടെ ഇതൊക്കെ ഉണ്ടോ? ആന ഇവിടെ ആണോ? വെള്ളം കുടിക്കാൻ മറ്റു മാർഗമില്ല. അതാണ് ഈ ഇടിച്ച് പുലിയുടെ പ്രശ്നമില്ല. ജനുവരി 12 കടുവ കൊണ്ടെന്ന് പറഞ്ഞ് കാൽത്താമസില്ല. ഒരു വീടും പറമ്പും വീഡിയോ ഉണ്ട്. രണ്ടാളിനെ പിടിക്കുകയും ചെയ്തു കടുവ. ഒരു ഇടുക്കിക്കാരൻ ഒരാളെ തനിക്കൊരു പ്ലാന്റ്
അതിന് കടുമ്പത്തിന് റോട്ടർ വെട്ടുന്ന ഒരു റോട്ടർ എടുത്ത് അത് ഇടുക്കിക്കാരെ കൊണ്ടുവന്നാണ്. അതിലെ 10 മണി കഴിയുന്ന വെട്ടിട്ട് മറ്റു ആനെ കണ്ടു കുറച്ച് ഭാഗം നമ്മളാ കയറിയുടെ അപ്പുറത്തൊരു ഉയർന്ന മലയുണ്ട്, വയക്കരയെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ലേലി അതിനപ്പുറത്ത് ആ സ്ഥലം അവിടെ ഫോറസ്റ്റിലെ ഒരു ജീവനക്കാരൻ. എന്റെ വൈഫിന്റെ വീട് ഇവിടെ മാങ്കോടം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൂടുതൽ കഴിഞ്ഞെടുത്തോണ്ട് അത് തന്നെ പേരപ്പൻ അച്ഛന്റെ ചേട്ടൻ അവിടൊക്കെ ഭയങ്കര ശല്യമാണ്. പുള്ളി കല്ലേലിയില് മറ്റേ ഇവരുടെ ഹരിതന്റെ ഇതില്ല മാനേജർ. പുള്ളി ഒരു വർഷം മുമ്പ് ഇതേപോലെ ആന ഓടിച്ചു ബൈക്കിൽ. ആരിന്റെ തോട്ടത്തിൽ നിന്ന് ഒരു പുലിയെ കൂടി വെച്ച് പിടിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ കുട്ടവഞ്ചിയിലെ ഈ യാത്ര നല്ലൊരു അനുഭവമാണ്. അടുത്ത വീഡിയോയിൽ കാണാം.